ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാനായി പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. തേങ്ങാക്കൊത്ത് ചേർത്തൊരു ബീഫ് ഫ്രൈ. അതിനായി ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കി 1/2 കിലോ ബീഫ് എടുത്ത് അതിൽ 1/2 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം വേകാനായി വയ്ക്കാം. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കപ്പ് തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക് കീറിയത്, 25 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി ഉള്ളി ചുവന്ന് വരുമ്പോൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന 3 സവോള ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവോള നന്നായി ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് കൂടി ചേർത്ത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിരിക്കുകയാണ്. ചോറിനോടൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ കഴിക്കാവുന്ന നല്ല ഒരു ബീഫ് ഫ്രൈ ആണിത്.